എൻ്റെ വലിയ മോന് പനിയായിരുന്നു. അപ്പോൾ 2 ദിവസം മുമ്പ് അമ്മ വന്നിട്ട് ചെറിയൊരു കഷായം വെച്ച് കൊടുത്ത് ഇച്ചിരി കുറവുണ്ടായിരുന്നു. അമ്മ അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ AC-ക്കകത്ത് നിന്നുള്ള പണി ആയതുകൊണ്ട് തന്നെ വയ്യാറാകുമ്പോഴത്തേനും വീണ്ടും പനി കൂടുന്നത് കാരണം അവന് രാത്രിയാകുമ്പോൾ ചുമയും ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കേട്ടോ, മരുന്നൊക്കെ കൊടുത്തു, കുറവൊന്നും ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ആവി പിടിച്ചിട്ടും വലിയ കുറവൊന്നും ഇല്ല. പക്ഷെ ആ കഷായത്തിൽ ഒരു ചെറിയ കുറവുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രിക്കൊക്കെ ഭയങ്കരമായിട്ട് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ വന്നപ്പം അമ്മ പറഞ്ഞു, അമ്മ കഷായം ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് അമ്മ ഇന്ന് കഷായം കൂട്ടിയിരുന്നുണ്ട്. അപ്പോൾ അമ്മ കഷായം കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. കുറേ പച്ചിലകളും പച്ചമരുന്നുകളൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. എനിക്കങ്ങനെ കഷായം കൂട്ടാനും അറിയത്തില്ല. ഇവിടെ എനിക്കോ എൻ്റെ ആങ്ങളയ്ക്കോ പിള്ളേർക്കോ ഒക്കെ വയ്യാതെ വന്ന അമ്മയാണ് കഷായം ഉണ്ടാക്കുന്നത്. പക്ഷെ അത് നല്ലോണം ഞങ്ങൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ, നമുക്ക് എളുപ്പം മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇന്ന് അമ്മ കഷായം വെക്കുന്നത്. അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിനകത്ത് അമ്മ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് വെക്കുന്നതെന്നും ഒക്കെ അതിൻ്റെ ഗുണങ്ങളും ഒക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് വേവിക്കാൻ വെച്ചേക്കുന്നത് കാണിക്കാം നിങ്ങളെ. ഇതാണ് കഷായം വേവിക്കാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ദേ ഇത് കണ്ടോ, ഇത് കഷായം വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഇതിനകത്ത് കുറേ പച്ചമരുന്നുകളൊക്കെ ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് അമ്മയ്ക്ക് അറിയത്തുള്ളൂ. അപ്പം നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് അമ്മ അതിനകത്ത് ആഡ് ചെയ്തേക്കുന്നതെന്ന്. അമ്മച്ചേ, അമ്മ ഈ കഷായം വെക്കുന്നതിനകത്ത് എന്തൊക്കെയാണ് അമ്മ ചേർക്കുന്നത്? ചേർക്കുന്നത് പച്ചിഞ്ചി, കരിപ്പോട്ടി, കുരുമുളക്, വെളുത്തുള്ളി, പച്ചമല്ലി, തുളസിയില, ആടലോടകം, തൊട്ടാവാടിയില, പിന്നെ ഉണ്ട് പച്ചമരുന്ന് ഇല്ലല്ലോ. ഇത്രയാണോ ഇപ്പൊ ചേർത്തേക്കുന്നത്? അപ്പൊ അതെങ്ങനെ അത് വേവിച്ച് കൊടുക്കുന്ന രീതി? 4-5 ഗ്ലാസ് വെള്ളം വെച്ച് വെള്ളത്തിൽ ഇട്ട് ഇതെല്ലാം ചതച്ചിട്ട് ഇല ഒഴിച്ച് ബാക്കിയെല്ലാം ചതച്ചിട്ട് 4-5 ഗ്ലാസ് വലിയ ഗ്ലാസ്സിന് 4-5 ഗ്ലാസ് വെള്ളം വെച്ച് അത് വെന്ത് പറ്റി ഒരു 2-2.5 ഗ്ലാസ് വെള്ളമാകുമ്പം അത് രാവിലെ ഇടുവാണെങ്കിൽ രാവിലെ ഒരു നേരം കുടിക്കുക, ഉച്ചയ്ക്ക് കുടിക്കുക, വൈകിട്ട് കുടിക്കുക. അപ്പോഴത്തേനെ തീർക്കണം. 3 നേരം കുടിക്കാനുള്ളത് വെച്ചേക്കണം, ആയിട്ടുള്ളത് എടുക്കണം. എന്നിട്ട് പിറ്റേ ദിവസത്തേക്ക് അത് കൊള്ളത്തില്ല, അത് പുളിപ്പ് തട്ടും. തോട്ടുപുളി പറഞ്ഞില്ല, തോട്ടുപുളി ഉണ്ട്. പിറ്റേ ദിവസം വീണ്ടും അത്രയും കഷായം ഇടണം. അങ്ങനെ 2-3 വെപ്പാകുമ്പോ ആ പനിയും കഫവും എല്ലാം മാറും. അങ്ങനെ കാണുന്നേ ഇതുവരെ കണ്ടിട്ടുള്ള. അപ്പൊ ഇത്തരം സാധനങ്ങളാണ് അമ്മ ഞങ്ങൾക്കെല്ലാം കഷായം വെക്കുന്നതിനകത്ത് ചേർക്കുന്നത്. അപ്പൊ കൂട്ടുകാരെ, അമ്മ കഷായം വെക്കുന്നതിനകത്ത് ചേർക്കുന്ന സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പനിക്കൂറൊക്കെ പറഞ്ഞായിരുന്നു. അമ്മയ്ക്ക് അതിന് രഹസ്യമാണ്. അമ്മ എന്തൊക്കെ പറഞ്ഞു അമ്മയ്ക്ക് അറിയത്തില്ല കേട്ടോ. അമ്മ എന്തൊക്കെ ഇട്ടെന്ന് അമ്മയ്ക്ക് അറിയാം, പക്ഷെങ്കിൽ അത് എന്തൊക്കെ ഇവിടെ പറഞ്ഞു എന്നുള്ളത് അമ്മ ഓർമ്മ വരുന്നില്ല കേട്ടോ. കാരണം അമ്മയ്ക്ക് ടെൻഷനാണ്. അമ്മ ആദ്യമായിട്ടാണ് ഇതൊക്കെയാണ് കൂട്ടുകാരെ അമ്മ കഷായത്തിനകത്തേക്ക് ചേർക്കുന്നത്. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം കഷായം വെച്ച് തരുന്നത് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അത് കൂടിപ്പോയാൽ ഞാൻ തുളസിയില, ഇച്ചിരി ഇഞ്ചി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഞാൻ ചേർക്കുന്നത്. എനിക്കങ്ങനെ കഷായം വെക്കാൻ അറിയത്തുമില്ല, വെക്കാറുമില്ല. അപ്പോൾ ഇന്ന് അമ്മ മെനഞ്ഞാന്ന് വന്നപ്പോഴും എല്ലാ പച്ചമരുന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അമ്മ ഒന്ന് തട്ടിക്കൂട്ടിയാണ്. ഇന്ന് അമ്മ വന്നിട്ട് നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് അമ്മ അത് ചെയ്തത്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചതാണ്, പരിചയപ്പെടുത്തിയതാണ്. അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിലെ അമ്മമാരും ഇങ്ങനെ കഷായങ്ങളും എന്തെങ്കിലുമൊക്കെ പനിയോ ദേഹത്ത് വേദനയൊക്കെ വരുമ്പോൾ കൊച്ചു മരുന്നുകളൊക്കെ ചെയ്യാറില്ലേ? കൊച്ചു മരുന്നുകളൊക്കെ ചെയ്യാറില്ലേ? അപ്പം അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്കും കൊച്ചു നുറുക്ക് ചികിത്സാ രീതികളല്ല, ഇങ്ങനെ കഷായങ്ങൾ വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു വേദനയ്ക്ക് എന്തെങ്കിലും ഒരു എണ്ണ കാച്ചിടുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സംഭവം അമ്മയ്ക്കുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്തു. ഓക്കെ, ബൈ.